അലക്സ് തോമസിൻ്റെ സാക്ഷ്യത്തിന് 2 പ്രാവശ്യം, ഒന്ന് കരളിൻ്റെ ഓപ്പറേഷൻ നടക്കണ മുമ്പ് തന്നെ കരളിനെ സ്വീകരിക്കാനുള്ള ആൾ ഇൻഫെക്ഷനായി, എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി ഉടമ്പടി വിശ്വസിച്ചുകൊണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ കരൾ കൊടുത്ത ആൾ സുഖപ്പെട്ട് വീട്ടിൽ പോയി. കരൾ സ്വീകരിച്ച ആളുടെ ബോധം പോയി, പിന്നെ ബോധം വന്നില്ല, എന്നിട്ടും അയാൾ മുന്നോട്ട് പോയി. അതാണ് ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞതാണ്. ഉടമ്പടിയുടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്, അതെന്താണ്? എന്നിട്ടും മുന്നോട്ട് പോകാനുള്ള ഗ്യാരണ്ടിയാണ്. ഈ നമ്മുടെ മിൻറ്റുവിൻ്റെ സാക്ഷ്യത്തിൽ എന്താ പറയണത്? മിൻറ്റുവിൻ്റെ കുഞ്ഞിന് എൻ്റെ ഗർഭമായിരിക്കുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി. ഓരോ ദിവസം സ്കാൻ ചെയ്യുമ്പോഴും ഈ മുഴ വലുതായിക്കൊണ്ടിരിക്കുന്നത്, ചെറുതാകണില്ലത്. കൊച്ചിനേക്കാൾ സ്പീഡായിട്ട് മുഴ വലുതാകുകയും കൊച്ചിൻ്റെ ബ്ലഡും എല്ലാം മുഴ ഊറ്റി കുടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടി മരിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടമാണെന്ന് പറയുമ്പോഴും അവർ മുന്നോട്ട് പോവുകയാണ്. എന്താണ്? വിശ്വസിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനം 15 എന്തിൻ്റെ? പുറപ്പാട് 14:15. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 14:15. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. അതായത് ദൈവം എപ്പോഴും പറയുന്നത്, വൺസ് നിങ്ങൾ ഉടമ്പടി എടുത്താൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഇടയ്ക്ക് നിങ്ങൾ പറയും നമുക്ക് സ്പോൺസറായിട്ടുള്ള അറബി മരിച്ചു, അല്ലെങ്കിൽ ആ കോളേജ് പൂട്ടി എന്നൊക്കെ പറയും. ഞാൻ അത് യുക്രൈൻ യുദ്ധം ആദ്യം ഉണ്ടായ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ബോംബിട്ടായിരുന്നു. റഷ്യക്കാർ ബോംബിട്ടായിരുന്നു യുക്രൈനിലെ മെഡിക്കൽ കോളേജിൽ. അവരെല്ലാം രാത്രി അവിടെ നിന്ന് ഓടി, സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ നാട്ടിലെത്തി. അതിലൊരു പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇനി എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ് അവിടെയാണ്, അത് ബോംബിട്ട് ആ ഹോസ്റ്റലിൽ ബോംബിട്ടിരിക്കുകയാണ്, കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ബാക്കിയുള്ളത് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണോ? അല്ല. ആരാണ്? കർത്താവാണ്. അപ്പോൾ കർത്താവ് ചെയ്യുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്ത് കർത്താവ്? മൈക്കിളെന്ന് പറഞ്ഞ വേറെ ഒരു ഏജൻസിനെ കൊണ്ടുവന്ന് മുട്ടിച്ച് കൊടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അയാൾ ഇവരെ ലാൻഡ് ചെയ്യിച്ച് അവിടെ കൊണ്ടുപോയി വേറൊരു കോളേജിൽ. ആ കോളേജിൽ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. പറഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾ അവിടെ പഠിച്ച 2 കൊല്ലം ഞാനിവിടെ ഇളച്ചു തരാം, 3-4 കൊല്ലമായിട്ട് ഇവിടെ നിങ്ങളെ പഠിച്ച. എന്തൊരു ഭാഗ്യമാണ്. അതായത് ശത്രുക്കൾ നമ്മുടെ പഠന ഇൻസ്റ്റിറ്റ്യൂഷൻ ബോംബിട്ട് കളഞ്ഞാലും വിദ്യാഭ്യാസം ബോംബിട്ട് കളഞ്ഞിട്ടില്ല, കർത്താവ് സംരക്ഷിക്കണത്. എന്നിട്ട് അവസാനം രാത്രി ആ രാജ്യത്ത് പോയി ട്രെയിനിൽ പോയി ആ ഹോസ്റ്റൽ തുറന്ന് ആ ഹോസ്റ്റൽ ഉടമയെ കണ്ട് ഹോസ്റ്റൽ തുറന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ഈ കോളേജിൽ കൊടുക്കും. അപ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളെന്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നു? ഉടമ്പടിയുടെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത്, വെറുതെ മുന്നോട്ട് പോകാനല്ല, കണ്ണും പൂട്ടിക്കെട്ടി മുന്നോട്ട് പോകാനല്ല പറയണത്. ഉടമ്പടിയുടെ ചൈതന്യത്തിലെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ ആതുര സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉടമ്പടിയുടെ വിശ്വാസങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, ഉടമ്പടിയുടെ അർത്ഥം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉടമ്പടി പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഉടമ്പടി സാക്ഷിയായി മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുഗ്രഹിക്കാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഈ സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാർ, ഇപ്പോൾ അലക്സ് തോമസിൻ്റെ സാക്ഷ്യം തന്നെ തുടങ്ങണത് എന്താണ്? അയാൾ ജനങ്ങളെ മുഴുവനും സുവിശേഷത്തിൽ സ്നാനം ചെയ്യിച്ചുകൊണ്ടാണ് അയാൾ സാക്ഷ്യം തുടങ്ങണത്. എന്താ അദ്ദേഹം പറയണത്? ഉടമ്പടിയുടെ ജീവിതത്തിലൂടെയാണ് ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കണത് എന്നാ പറയണത്. എന്ന് പറയും, എനിക്ക് ആദ്യം പറയാനുള്ളത് ഉടമ്പടി എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന ദൈവിക പദ്ധതിയാണ്. എന്തിനാണ്?
നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മൾ മുൻകൂട്ടി ചെയ്യാനുള്ള സൽപ്രവൃത്തികളെ ചെയ്യാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചെങ്കിൽ ആ സൽപ്രവൃത്തികൾ ചെയ്യാനുള്ള നമ്മളെക്കുറിച്ചുള്ള സൃഷ്ടി ലക്ഷ്യങ്ങളെ കുറച്ചുകൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഉടമ്പടി നൽകിയത്. മാതാവിന് ഈ ലേമേൻ എന്ന് പറയുന്ന സാധാരണ വിശ്വാസി എന്തോ ഒരു ഗുരുതരമായ രീതിയിലാണ് ഇപ്പോഴ് സാക്ഷ്യം വഹിക്കുന്നത്. അയാളെ കോട്ട് ചെയ്ത വചനം എഫീസസ് 2:10 കോട്ട് ചെയ്തിട്ടുണ്ട്. വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. ബാംഗ്ലൂരിയനാണ്, മലയാളിയാണ്, അവിടെ സെറ്റിൽഡാണ്. പറഞ്ഞത് ഞാൻ ഉടമ്പടി പഠിച്ച ഇതാണ്, എഫീസസ് 2:10 എന്താണ്? വി ആർ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. PSC ബൈബിൾ എഴുതിയിരിക്കണത് നമ്മൾ കർത്താവിൻ്റെ കരവേലയാണ്. വായിച്ചേ നാം ദൈവത്തിന്റെ കരവേലയാണ്. 2:10 പറഞ്ഞു, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവികമായി ലക്ഷ്യത്തെ സാർത്ഥകമാക്കുകയാണ് ഉടമ്പടി ചെയ്യണത്. എന്താ ചെയ്യണത്? നമ്മൾ ദൈവത്തിന്റെ കരവേലയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാസനത്തെക്കുറിച്ച് മാസ്റ്റർ പ്ലാനുണ്ട്. എനിക്കതില്ലായിരുന്നു, എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത്രയും ചെറിയ സ്ഥലമോ, എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ ഇരിക്കണത്? ഇത്രയും ചെറിയ സ്ഥലത്ത് വേർത്ത് പുഴുങ്ങിയിരിക്കുന്നതിലാണ് ഉടമ്പടി ഇരിക്കണത്. കാര്യം എന്താണ്? വിശ്വാസമില്ലാത്തവന്, ത്യാഗമില്ലാത്തവന് കൃപാസനത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം പള്ളികളെല്ലാം AC ആക്കിക്കൊണ്ടിരിക്കുകയും പള്ളികളെല്ലാം ആളൊഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വിശ്വാസ പരിത്യാഗത്തിൻ്റെ അല്ല, അവിശ്വാസത്തിൻ്റെ ഒരു കാലമാണ്. കാര്യം AC ആക്കിയില്ലെങ്കിൽ ആ പള്ളി പോണില്ല ആൾക്കാർ. ഒരു പള്ളിയുടെ ഗ്രേഡ് നോക്കണത് അത് AC ആണോ അല്ലേന്നാണ്. അവിടെ ദൈവമാണോ ഉണ്ടായില്ലേന്നല്ല പ്രശ്നം. പല പള്ളികളും ഇപ്പോൾ AC ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ? AC ആയില്ലെങ്കിൽ ആളെ കിട്ടത്തില്ല. ഈ AC എന്നോട് ഞാനൊരു 2016 അമ്മ എന്നൊരു സ്വപ്നം കാണിച്ചായിരുന്നു. അപ്പോഴിതൊരു ഓലച്ചാർത്ത് പോലുള്ള സംഭവമാണ്. എപ്പോഴും നിങ്ങളോട് പറയും ഞാനത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഓലച്ചാർത്ത് ഈ തൂവാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഓല പാകി ഒരു നൂലെ കെട്ടി ഇറക്കുന്ന ഒരു പാവപ്പെട്ട പള്ളി. പക്ഷേ സ്റ്റീൽ കൊണ്ട് ഗോഡെന്ന് എഴുതി വെച്ചിരിക്കണം. അപ്പം ഞാനാണ് ഈ ഓല തൂക്കണത്. അപ്പം അന്ന് ഞാൻ ഈ ജോമോളൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരാണ് എൻ്റെ ഈ ജീവചരിത്രം എഴുതിയിരിക്കുന്ന കാരണം അത് ദൈവാനുഭവങ്ങൾ അവരോട് പറയിടക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെയൊരു സംഭവം കണ്ടത്. അപ്പോൾ ഇവരെന്നോട് പറയും കത്തിയിൽ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു മണ്ണാൻ കേട്ടെ, കത്തിയിടില്ല, അതൊന്നും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള എല്ലാ ജനങ്ങളാണ്. അല്ലാതെ ഇത് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അല്ല, ഇത് കർത്താവ് ഇരിക്കേണ്ട ആലയം, എൻ്റെ കണ്ണീരൊപ്പുന്ന ഒരു ചാപ്പറ പോലുള്ള ഒരു ലളിതമായ സ്ഥലമാണ്. ഇവിടെ ആർക്കും വരാം, കണ്ണീര് കർത്താവ് മാതാവിനോട് പറയാം. നിൻ്റെ ജാതിയും മതവും നോക്കാതെ നിൻ്റെ വേദന മാത്രം നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നിൻ്റെയൊക്കെ നീണ്ടുവരാൻ വേണ്ടി ലളിതമായി ചെയ്തിരിക്കുന്ന ദൈവ സംവിധാനമാണിത്. അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഞാൻ അവരോടൊന്ന് പറയുമായിരുന്നു ഇവിടെ എല്ലാ ജനങ്ങളും വരുമെന്ന് പറയുമായിരുന്നു. അത് കാര്യം ഗോഡെന്നല്ലേ ഉള്ളു, ക്രിസ്തു എന്നില്ലല്ലോ. കുരിശൻ സ്വപ്നത്തിലില്ല. ഗോഡ് ദൈവം ജനങ്ങളുടെ കണ്ണീരിലുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു ഇടമാണ്. അതിനൊരു പ്രതീകമായിട്ടാണ് അമ്മയും ദിവ്യകാരുണ്യത്തിൽ ഈശോയും നിങ്ങൾക്ക് സാന്ത്വനം നൽകണത്. പക്ഷെ എന്താ, എല്ലാവർക്കും വരാനും അതേസമയം തന്നെ അവരുടെ കണ്ണുനീരിൻ്റെ കാലത്ത് അവർക്ക് കഴിഞ്ഞു പോകാനും കടന്നു പോകാനും അതിജീവിക്കാനും ഒരിടം, അത്രയേ ഉള്ളൂ. വേറെ ഒരു ലക്ഷ്യവും ഇതുകൊണ്ട് ദൈവത്തിനില്ല, ഞങ്ങൾക്കും ഇല്ല. നിങ്ങൾ ചിലർ പറയും, ചില വന്നു പറയും ഇത് മതം മാറ്റ കേന്ദ്രമാണ്. ഞാൻ എന്ത് വിഡിത നിങ്ങൾ പറയണം? ഞങ്ങൾ ആരെങ്കിലും ഇതൊരു മതം മാറ്റമുണ്ടോ? ഇവിടെ വേദന ക്യാൻസറും പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ക്രിസ്ത്യാനിയാണോ നീ ഹിന്ദുവാണോ മുസ്ലിമാണോ വരും ചോദിക്കുക അല്ലേ? ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ നോക്കട്ടെ ഇതിൻ്റെ കാർഡെടുത്ത് എന്ന് നമ്മൾ പറയാമോ? ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്യണത് ആ വ്യക്തിയുടെ വേദനകളാണ് ട്രീറ്റ് ചെയ്യണത്. ആ ദൈവം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യണേ എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തോടുള്ള കണ്ണീരുള്ള പ്രാർത്ഥന. വേറെ എന്താ ഒരു പ്രാർത്ഥന? ഒന്നുമില്ല. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, സമാധാനമായിട്ട് ജീവിക്കണം. ഇന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തൊക്കെ പോയാൽ ലക്ഷങ്ങൾ കോടികളാകുമ്പോൾ മാതാവിനോട് പറയാം, മാതാവേ കഞ്ഞിക്ക് വകയില്ലാത്തവരും അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ സോളമനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കരുണയുടെ കരങ്ങൾ അവിടെ മേലെ നീട്ടണമെന്ന്. അത്രയേ ഉള്ളൂ. വെരി സിമ്പിളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ വക്രത, വഞ്ചന, വ്യഭിചാരം, അതുപോലെ തന്നെ തൻപോരിമ, അഹങ്കാരം,
അങ്ങനെ എല്ലാ ദൈവത്തിന് നിരക്കാത്ത എല്ലാ സ്വഭാവങ്ങളും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ ജീവിതവും പ്രകൃതിയും പുനഃക്രമീകരിക്കണം. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് കത്താൻ തുടങ്ങും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയാണെന്ന്. എന്നിട്ട് ഈ അലക്സ് തോമസ് വേറൊരു കാര്യം പറയും. എനിക്കാണതൊരു മോഡൽ സാക്ഷ്യമാണ്, മാതൃകാ സാക്ഷ്യം. ആദ്യം അവരനുഭവിച്ച ദൈവത്തിനെക്കുറിച്ച് അവരുടെ അനുഭവ പാഠങ്ങൾ അയാൾ പറയും, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ ബട്ട് ഇറ്റ്സ് എ റിലേഷൻ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു മതമല്ല, പിന്നെന്താണ്, അതൊരു ബന്ധമാണ്. ഇത് അലക്സ് തോമസ് പറഞ്ഞതാണ്. ഇത്രയും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. അത് 4 സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞിടത്തേ ഉള്ളൂ. അതുപോലെ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ, അതൊരു മതമല്ല, പിന്നെന്താണ്, അതൊരു റിലേഷനാണ്. എന്താ കാര്യം, ദൈവമായിട്ടുള്ള ഒരു ബന്ധം. അത് ബന്ധമാകുമ്പോഴേ അതൊരു കവനൻ്റ് റിലേഷനാണ്, ഉഭയകക്ഷി റിലേഷനാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, പാലിക്കുന്നു. ദൈവം നമ്മുടെ കണ്ണുനീരൊപ്പുന്നു. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സഹായിക്കാൻ പറ്റുന്ന, ദൈവത്തിനും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന വിശുദ്ധിയുടെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മളെ തന്നെ സുവിശേഷവിഹിതമായി പുനഃക്രമീകരിക്കുകയാണ് ഉടമ്പടിയുടെ ആധ്യാത്മിക ലക്ഷ്യം. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്കും ഓൺലൈൻ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം ആരെല്ലാം കൂടുന്നു അവരിലേക്കും സൗഖ്യത്തിൻ്റെ അടയാളം ലഭിക്കാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അപ്പാ, സ്വർഗീയപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഓൺലൈൻ പ്രാർത്ഥന ലോകത്തിലെ ആഗോളമായിട്ട് ആരെല്ലാം എപ്പോഴെല്ലാം കൂടുന്നു അവർക്കെല്ലാം ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും അപ്പാ യേശുക്രിസ്തു നാമത്തിൽ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആശ്രയിച്ച് വിശ്വസിച്ച് പ്രത്യാശിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവേ നിരാശയോടെ പോകാൻ ഇടയാക്കല്ലേ. ശരീരത്തിലെ മുഴകൾ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യമാകട്ടെ. മുടി കഴിയുന്ന അവസ്ഥകൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അസ്ഥികൾ, പെൻസികൾ, ആന്തരിക കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഉടമ്പടി എടുത്ത് ചിലരെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷേ അവർ വന്ന് പിന്നീട് പെട്ടെന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അവർ പറയണത് ഞങ്ങൾ ഉടമ്പടി ഉഴപ്പിയത് കാരണം കർത്താവ് ആ ഉടമ്പടി വിസ്മരിച്ചെന്ന ഓർത്തതെന്ന്. പക്ഷേ ഞങ്ങൾ വിസ്മരിച്ചിട്ട് ഞങ്ങളുടെ ഉടമ്പടി കർത്താവ് വിസ്മരിച്ചിട്ടില്ല. ആ എന്താണെന്ന് നിയോഗത്തിൽ എഴുതിയിരിക്കണത് അതെല്ലാം ഇപ്പോഴ് നിറവേറിയിരിക്കുകയാണെന്ന്. ഉടമ്പടി എടുത്തുപോയി എല്ലാ മക്കളെയും ഇപ്പോഴും സമർപ്പിക്കുകയാണ്. ഉടമ്പടിയിൽ എന്തെങ്കിലും പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വീഴ്ച വന്നു പോയവരെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിക്കുന്നു. അവിടെ കണ്ണുനീര് ദൈവം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മോശയെപ്പോലെ അബ്രാഹത്തെപ്പോലെ കർത്താവെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അഭിമലേക്ക് വരുമ്പോൾ യുദ്ധത്തിൽ മോസസ് മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അഹ്റോനും ഹൂറും കർത്താവെ മോസസിൻ്റെ വിരിച്ച കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചതുപോലെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഉയർത്തിയ കൈകളുമായി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവെ. ഉടമ്പടി എടുത്ത് ഓരോ മകനെയും മകളെയും വീണുപോയവരെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ താങ്ങിപ്പിടിക്കുന്നു കർത്താവെ. അഹ്റോനും ഹൂറും മോസസിനെ താങ്ങിപ്പിടിച്ചതുപോലെ കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന താങ്ങിപ്പിടിക്കാൻ ഇടമുള്ളത് കൊണ്ട് കർത്താവെ ആ ഉടമ്പടി വീണു പോകാൻ പോകുന്നവരെ ഞങ്ങളെ വിശ്വാസത്താൽ പ്രാർത്ഥനയാൽ പ്രത്യാശയാൽ താങ്ങിപ്പിടിക്കുന്നു കർത്താവെ. നിന്റെ തിരുമുറ വലത്തുകാരൻ കർത്താവെ ഉടമ്പടി എടുത്തുപോയ എല്ലാ മക്കളെയും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരെയും ഇന്ന് ഉടമ്പടി എടുക്കാൻ പോകുന്നവരെയും കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ. ശ്രുതികട്ടെ. ആരാധന. ഹല്ലേലൂയ. അവരിടവേ എങ്ങൾ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എങ്ങൾ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചവരുണ്ട് കർത്താവെ. അവർ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തന്നെ കർത്താവെ പ്രത്യേക ഡേറ്റിലേക്കുള്ളിൽ കർത്താവെ അവിടെ കണ്ണിൻ്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം കർത്താവെ ഇപ്പോൾ അൾത്താറെ പരിശുദ്ധ അവിടെ മാധ്യസ്ഥ സകല വിശുദ്ധന്മാരും മാലാഖമാൻ രക്തസാക്ഷിയുടെ മാധ്യസ്ഥത്തിൽ അവരുടെ ഉടമ്പടിയെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ കരുണ പെരുമഴ പോലെ ചൊരിയട്ടെ. ശ്രുതികട്ടെ. ആരാധന. ആരാധന. ദിവ്യനാമേ ആരാധന. എങ്ങൾ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. വിവിധ ജീവിത ദുരിതങ്ങളെ മാറുന്നതിന് വേണ്ടി കണ്ണീരിട്ട് ഉടമ്പെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ പോസ്കോ കേസിൽ അകപ്പെട്ട മക്കളെ ഞങ്ങളെ ഇപ്പോൾ അൾത്താരെ സമർപ്പിക്കുന്ന നിശ്ചയം അവർക്ക് മനഃശാന്തം ഉണ്ടാകാനും അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ പറ്റിയൊരു കാലം അവർക്ക് തിരിച്ചു കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈശോ സാമ്പത്തികമായ തകർച്ചയുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ മാർഗമില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും അടഞ്ഞുപോയ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏജന്റുമാർക്ക് പണം കൊടുത്തതിന് ശേഷം തിരിച്ചു കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള യോഗ്യത പരീക്ഷയിൽ ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കർത്താവ് റിസൾട്ട് മോശമായിക്കൊണ്ടതുകൊണ്ട് ജീവിതം ദുരിതിച്ച് നിൽക്കുന്നവരെ വിറങ്ങലിച്ച് ജീവിതത്തിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നവരുടെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. നന്ദി. എങ്ങൾ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഡൈവേഴ്സിലായിപ്പോയിട്ടുള്ള ഭർത്താവും ഭാര്യയും, വിവാഹബന്ധം തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് തലയൂരാൻ പറ്റാതെ വിഷമിക്കുന്നവർ, കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ, കുടുംബത്തെ കാണാക്കാത്തവർ, പുറപ്പെട്ടു പോയവർ, കാണാതെ പോയവർ, കാണാതെ പോയ പണം, കാണാതെ പോയ മനുഷ്യർ, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ എത്രയും വേഗം സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ അവരേക്ക് സ്തുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് സ്തുതിക്കട്ടെ. വിട്ടുപോയവര്, വാങ്ങിപ്പോയവര്, ഇവിടെ പറഞ്ഞു പോയവര് അവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയവർ കർത്താവ് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സാമ്പത്തിക തകർച്ച വന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിത ദുരിതങ്ങൾ വന്നുപോയവരെ, ഡൈവേഴ്സിലായിപ്പോയവരെയും, വിവാഹം ഒത്തുവരാത്തവരെയും, മക്കളില്ലാത്തവരെയും, ഭാര്യാഭർത്തകന്മാർ അകന്ന് കഴിഞ്ഞു ഒഴിഞ്ഞും കർത്താവെ വിഘടിച്ച് ജീവിക്കുന്നവരെ, കേസിലാകപ്പെട്ടവരെ, കേസ് നടന്നുകൊണ്ടിരിക്കുക, ഭാഗോടമ്പടി നടക്കാത്തവരെ, ഭാഗോടമ്പടി കേസുള്ളവരെ എല്ലാം യേശുവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതിക്കട്ടെ. വരേണമേ,
മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി. എല്ലാവരും മുട്ടയെന്ന് ആശീർവാദം വാങ്ങിക്കുക. ഒരിക്കൽ കൂടി മരിയന് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതത്തിൽ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രയോഗിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. എൻ്റെ പേര് ജോഷ്ലി. ഇത് ഹസ്ബൻഡ്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. ഞാൻ ഇടുക്കിയിൽ തൊടുപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തതുമെല്ലാം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 22 ഞാനിവിടെ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ മോള് 2022 ഓഗസ്റ്റ് 8 അവളുടെ ഡെലിവറി ആയത്. നോർമൽ ഡെലിവറി ആയിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പതിയെ ഇവള് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൂത്ത 2 മക്കൾക്കും ആദ്യത്തെ ഒരു 2-3 months ഒക്കെ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതേപോലെയൊക്കെ ആയിരിക്കും, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ആയിരിക്കും, അതിങ്ങനെ പതുക്കെ കുറയും എന്ന് വിചാരിച്ചു. ഒരു 2 months 3 months ഒക്കെ ആയപ്പോഴത്തേനും വൊമിറ്റിംഗ് വല്ലാണ്ട് കൂടി. അവൾ തന്നെത്താനെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഫീഡൊന്നും എടുക്കത്തില്ല. ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ പോലും അവളൊരിക്കലും ഡിമാൻഡ് ചെയ്യത്തില്ല. നമ്മൾ ഒരു 2 hourly 3 hourly എക്സ്പ്രസ് ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത്. അതും വളരെ മിനിമലായിട്ട് എടുക്കൊണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്ന് അവർ ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഫോർമുല ഫീഡും സെയിം സിറ്റുവേഷൻ ആയിരുന്നു, കണ്ടിന്യൂസ് വോമിറ്റിങ്. ഇപ്പം നമ്മളൊരു ഡെയിലി ഒരു 8 to 9 ഫീഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 10 ഫീഡ്സ് കൊടുത്താൽ ഒരു 9 ഫീഡ്സും അവൾ വോമിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ലോസ് ആയി, ഒട്ടും വെയിറ്റ് ഗെയിൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ആസ്റ്ററിൽ പോയി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്നു. അവൾക്ക് ന്യൂക്ലിയർ സ്കാനിങ് ചെയ്തു, ബാക്കി ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ മോഷൻ എല്ലാം ടെസ്റ്റ് ചെയ്തു. ഫൈനലി ഡോക്ടർ പറഞ്ഞു അവൾക്ക് CMPA ആണ്, മീൻസ് കൗ മിൽക്ക് പ്രോട്ടീൻ അലർജി. അപ്പോൾ അവളുടെ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അവൾക്കൊരു ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് അപ്റ്റാമിൽ പെപ്റ്റി എന്നാണ്. അതിനൊരു 400 gram പൗഡറിന് 2000 rupees ആണ്. അപ്പോൾ ഒരു ദിവസം ഒരു 8 to 9 ഫീഡ്സ് കൊടുക്കണമെങ്കിൽ എനിക്കൊരു 3 to 4 days മാക്സിമം
ഒരു ബോട്ടിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ അവൾക്ക് ഈ 2023 ജാനുവരി വരെ ഡിസംബർ 28 വരെ ആ ഫീഡാണ് ഞാൻ അവൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഈ 2000 റുപ്പീസിൻ്റെ. പിന്നെ അവൾക്ക് 6 മന്ത് കഴിഞ്ഞ് വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വെജിറ്റബിൾസ് ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പോൾ ഒരു പൊട്ടറ്റോ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് 1 വീക്ക് അത് തന്നെ കൊടുത്ത് അതിനുശേഷമേ അടുത്ത വെജിറ്റബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി വന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആകുമെന്ന് എന്നോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് കൃപാസനം എന്താണെന്ന് അറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ മുൻപൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഇവളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ പ്രെയർ എല്ലാം പോയി. പള്ളിയിൽ ഞായറാഴ്ചകളിലൊക്കെ പോകും, ഞാൻ ഡെയിലി കുർബാനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. ഞായറാഴ്ചയിൽ പോയാലും ഞാൻ കുർബാന കൂടാറുണ്ട്, പക്ഷേ എങ്ങനെയൊന്നും അറിയില്ല, പോയി നിൽക്കണോ വരണോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദുബായിലായിരുന്നു. ഇവളുടെ ഡെലിവറി കഴിഞ്ഞ് 1 മന്ത് ആയപ്പോഴാണ് തിരിച്ച് നാട്ടിൽ വന്നത്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ കാരണം ഞാൻ തിരിച്ച് പോയില്ല, ദുബായിക്ക് തിരിച്ച് പോയില്ല, നാട്ടിൽ തന്നെയായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ സഞ്ചാരി മാതാവ് ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കണു, നീ ഒരു പ്രാവശ്യം വന്ന് എൻ്റെ കുഞ്ഞിന് ഒരു ഫീഡ് കൊടുക്കുക, പിന്നെ അവളെല്ലാം മേടിച്ചോളും. കാരണം അവൾക്ക് ഫോഴ്സ് ഫീഡായിരുന്നു. എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫോഴ്സ് ഫീഡായിരുന്നു. നമ്മുടെ എൽബോയുടെ ഉള്ളിൽ അവളുടെ തല ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കയ്യിലും കാലയിലും വേറെ 2 പേര് പിടിച്ചിട്ട് വായ തുറന്ന് അവൾ കരയും. കയ്യിൽ വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ അവൾ കരയാൻ തുടങ്ങും. അപ്പോൾ അവൾ വാ തുറന്ന് കരയും. അപ്പം നേരെ നാക്കിൽ പോലും ടച്ച് ചെയ്യാണ്ട് ബോണില യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അണ്ണാക്കിൽ ഒഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിക്കോ ഒന്നും ചെയ്യാണ്ടിരിക്കും. ഒരുപാട് പ്രാവശ്യം വിക്കിയിട്ടുണ്ട്, ബ്ലൂ കളറായിട്ടുണ്ട് അവൾ മൊത്തത്തിൽ. പക്ഷേ മാധവ് ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇവിടെ വരുന്നതും. ഉടമ്പടി എടുത്തു, ഇവളുടെ നിയോഗം ഞാൻ എഴുതിയായിരുന്നു. ഞാൻ നേർച്ച വസ്തുക്കൾ സ്ഥിരമായി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും അവളുടെ വോമിറ്റിംഗ് ഒക്കെ പതിയെ കുറഞ്ഞു. പക്ഷേ ഫോഴ്സ് ഫീഡ് എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ടില്ലെങ്കിൽ ഞാൻ മാനേജ് ചെയ്യും. മൂത്ത മോനെയും വിളിക്കുമായിരുന്നു കയ്യിലും കാലിലും പിടിക്കാനായിട്ട്. പിന്നെ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ഞാൻ ആകെ ഡിപ്രസ്ഡായി. കുഞ്ഞിനെ ഞാൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് താഴത്തേക്ക് വിട്ട് കഴിയുമ്പോഴായിരിക്കും ഓർക്കണത്, അയ്യോ കൊച്ചിനെ വിട്ടല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഞാനും പാസ് ചെയ്ത് പോയി. അങ്ങനെ ഡിസംബർ 27 ഹസ്ബൻഡ് നാട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് വന്നാലും എനിക്കിവിടെ വരണം, അച്ഛനെ ഒന്ന് കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കണം. സോ എൻ്റെ വീട് കണ്ണൂർ, ഹസ്ബൻഡ് അവിടെ വന്നു. ഹസ്ബൻഡ് വീട് തൊടുപുഴയാണ്. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ അച്ഛനൊന്നില്ല എന്ന് പറഞ്ഞു, അച്ഛന് പനിയായിരുന്നു. ഞങ്ങൾ പിന്നെയും വന്നു, അച്ഛനുണ്ടെന്ന് അറിഞ്ഞ് വിളിച്ച് അന്വേഷിച്ച് പിന്നെയും വന്നു, അച്ഛനെ കാണിച്ചു. അപ്പോൾ അവിടുന്ന് അവർ ചീട്ടയിൽ ഇങ്ങനെ എഴുതി തരുമ്പം കൊച്ചിന് CMBA ആണ്, ഫുഡ് കഴിക്കുമ്പോൾ വോമിറ്റിങ്. അപ്പോൾ എൻ്റെ കൺസേൺ കൊച്ചിൻ്റെ അലർജി മാറണമെന്ന് ഞാൻ ഒരിക്കലും മാതാവിനോട് ചോദിച്ചില്ല. കാരണം ഞാനത് ഞാനത് ടേക്ക് കെയർ ചെയ്തോളാം, അവൾ വായ തുറന്ന് എന്തെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ മതി എന്ന് മാത്രം ഞാൻ മാതാവിനോട് പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുത്ത പേപ്പറിൽ CMBA എന്നും കണ്ടിന്യൂസ് വോമിറ്റിംഗ് ആണെന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ വായിച്ചു. എൻ്റെ കയ്യിൽ ഇവളുടെ വീഡിയോ ഉണ്ടായിരുന്നു ഫീഡ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ വീഡിയോ കാണിക്കാൻ എന്നെ ഇങ്ങനെ തോന്നിച്ചു. ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ ഓണാക്കി കാണിച്ചു. അച്ഛൻ ആ മാതാവിനെ കൊണ്ടുവന്ന വീഡിയോ കാണിച്ചു. അച്ഛൻ അവിടെ വന്ന് തൈലം ഫോണിൽ തൂത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കൊച്ചനോട് പറഞ്ഞു, അവൾക്ക് ഞാഞ്ഞ വേണമെന്ന് പറഞ്ഞു, തേങ്ങ കരിക്ക് മേടിച്ചു. അവളത് കഴിച്ചു ഇവിടുന്ന് പോയ വഴിക്ക്. ഇപ്പം ഈ നിമിഷം വരെ അവൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു നോർമൽ കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നു. അവളുടെ അലർജി, പാല്, ചായ, മുട്ട, എല്ലാ സാധനങ്ങളും അവൾ ആവശ്യപ്പെടുന്ന സാധനവും ഞാൻ എന്ത് കൊടുക്കണം, എൻ്റെ മൂത്ത മക്കൾക്ക് എന്ത് കൊടുക്കുന്നു എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരു കുഴപ്പമില്ല. അവൾക്ക് 1.5 വയസ്സായപ്പം 6 കിലോയായിരുന്നു വെയിറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെയിറ്റ് ഗെയിൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8.4 ആയി. കംപ്ലീറ്റ്ലി നോർമൽ ബേബി ആയിട്ട് മാറി. ഇവൾക്ക് ഈ പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് അവിടെ മോഷൻ വരെ ഒരു നോർമൽ മോഷനൊന്നും അല്ലായിരുന്നു, കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആരും ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പിന്നെ ഡോക്ടർക്കാണെങ്കിലും എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സിനോട് പറയുമ്പോഴും അവരെന്നോട് പറയണത് ഒരു തഞ്ചത്തിനൊക്കെ കുഞ്ഞിനങ്ങ് ഫീഡ് കൊടുത്താൽ മതി. ആരും എൻ്റെ കൺസേൺസിനൊരു വിലയുണ്ടായിരുന്നില്ല, കൊടുത്താൽ മതി. കാരണം എൻ്റെ 3ാമത്തെ കുഞ്ഞാണ്. ഫീഡിങ് പ്രോബ്ലം ഉണ്ടാവാൻ കാരണം മൂത്ത 2 പേർക്കും ഫീഡ് കൊടുത്തത് കൊണ്ടും എനിക്കൊരു ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്തു. ഇവൾക്ക് ആദ്യമേ തന്നെ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴും. അപ്പോൾ അത് പറയുമ്പോൾ ആരും എനിക്ക് വല്ല തന്നില്ല. പക്ഷേ ഇവിടെ വന്നു മാതാവ് ഏറ്റെടുത്തു. എല്ലാം കംപ്ലീറ്റ്ലി അവൾ നോർമലായി, ഒരു പ്രശ്നമില്ല. ഈ ഒരു 1.5 വയസ്സിനിടയ്ക്ക് എപ്പോഴും ഒരു 20 ഡേയ്സ് കൂടുമ്പോൾ അവൾക്ക് അസുഖം ഉണ്ടാകുമായിരുന്നു, ആൻറ്റിബയോട്ടിക്സ് ആയിരുന്നു. ഇപ്പം മൂത്ത മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ജലദോഷവും പനിയും അല്ലാണ്ട് അവൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാറില്ല. കൊടുക്കുന്നത് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് എന്നും നെറ്റിയിൽ കുരിശ് വരയ്ക്കും, ഉപ്പും തേനും. ഇപ്പം എൻ്റെ മക്കളുടെ അടുത്താണെങ്കിലും എവിടെയെങ്കിലും പോയി ഇടിച്ച് കുരുത്തക്കേട് കാണിച്ച് തല ഇടിച്ചോ കൈ ഇടിച്ചാലും അവർ ഓടി വന്ന് എൻ്റെ അടുത്ത് പറയും, അമ്മേ തൈലം തൂത്തുതാ,
എനിക്ക് ആ ഒരു ലെവലിലോട്ട് എൻ്റെ മക്കളെയും എത്തിക്കാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമാകുന്നതിനേക്കാളും മാതാവ് ഇവിടെ വഴി എനിക്ക് അമ്മയുടെ നാമം മഹത്വപ്പെടുത്താൻ പറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എല്ലാവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കുഞ്ഞു മോൾ, അവൾക്ക് 2 വയസ്സ്, വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അവളോട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവളോട് ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ചോദിക്കും. അപ്പോൾ യൂട്യൂബ് കാണരുതെന്ന് പറയുമ്പോൾ അവൾ എന്നോട് പറയും, ഈശോമേ ഉപ്പ് എണ്ണ തൂത്താൽ മതി എന്ന്. അവൾ വരെയും ആ ഒരു ഇതിലേക്ക് വന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വീട് പണി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ വീട് പണി മുടക്കം വരല്ലേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചു. വീട് പണി നടക്കുന്ന സമയത്ത് അവിടെ വീടിൻ്റെ ഉള്ളിൽ തൈലം തൂത്തും ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ പോയെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ വീട് പണി കഴിഞ്ഞു. ഏപ്രിലിൽ കയറിക്കൂടി. അതുപോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട്. പക്ഷെ ഞാൻ നന്നായി വളർന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ചവിട്ടുപടി കയറി തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഇനിയും മുന്നേറാൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നത് എന്താണെന്ന് കൃത്യമായി ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ചൊല്ലുന്നത്.